ഞാൻ ജോൺ സംസാരിക്കുന്ന മുംബൈയിൽ നിന്ന്. ഓർത്തഡോക്സ് സഭയിലെ ദിവ്യബോധനം എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടല്ലോ, അതിനകത്ത് ഓർത്തഡോക്സ് തിരുമേനി എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, AD 7, 8, 9 നൂറ്റാണ്ടുകളിൽ ഗ്രീക്ക് സഭക്കാരും റോമൻ സഭക്കാരും കോപ്റ്റിക് ക്രിസ്ത്യാനികളെയും സുറിയാനി ക്രിസ്ത്യാനികളെയും ഒരുപാട് പേരെ കൊന്നൊടുക്കി. അങ്ങനെ വന്നപ്പോൾ അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൂട്ടത്തോടെ ഇസ്ലാം മതം സ്വീകരിക്കും. അവർ കൂട്ടത്തോടെ അനേക ലക്ഷക്കണക്കിന് ആൾക്കാർ അന്നത്തെ കാലത്ത് തുർക്കി, ഈജിപ്റ്റ്, അതിനോടനുബന്ധിച്ച് കിടക്കുന്ന പല ഭാഗങ്ങളിലും ഇവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു പോയി. അത് അവരുടെ പിൻഗാമികളാണ് ഇന്ന് അവിടെ ഉള്ളതായ ഈ ഷിയ മുസ്ലിംസും പിന്നെ സുന്നി മുസ്ലിംസും പിന്നീട് വേറെ 2-3 ചില വിഭാഗങ്ങളുണ്ട് ഇവരൊക്കെ. അപ്പം അവരാണ് ഇന്ന് വീണ്ടും ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ, ഞാനിപ്പോൾ ഓർത്തഡോക്സ് പള്ളിയിലെ സബ്സ്ക്രൈബ് മെമ്പർ ആണെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ ജന്മം കൊണ്ടും വിശ്വാസം കൊണ്ടും യാക്കോബായക്കാരനാണ്. കാരണം എൻ്റെ നാട്ടിൽ ഞാൻ മാമോദീസ ഏറ്റപ്പോൾ അന്ത്യോക്യൻ പാത്രീസ്വാവ് തന്നിരുന്ന മൂറോൻ കൊണ്ടാണ് ഞാൻ മാമോദീസ ഏറ്റപ്പോൾ എന്നെ അഭിഷേകം ചെയ്യപ്പെട്ടത്. ഞാനിത് പറയാനുള്ള കാരണം, ഇന്ന് ഇവിടുത്തെ പള്ളികളെല്ലാം പിടിച്ചെടുത്ത് ഒരുപക്ഷെ യാക്കോബായ സഭയുടെ കംപ്ലീറ്റ് ഇവിടുത്തെ ജുഡീഷ്യറികളെ ഉപയോഗിച്ച് അങ്ങ് അബോളിഷ് ചെയ്ത് നാളെ മറ്റൊരു സമയത്ത് കേരളത്തിൽ ഇതുപോലുള്ള ക്രിസ്തുമത പീഡനം ഉണ്ടാകില്ല എന്നെങ്ങനെ വിശ്വസിക്കാം? വടക്കേ ഇന്ത്യയിലൊക്കെ ചില RSS നേതാക്കന്മാർ വിളിച്ചു പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെ മൊത്തം കൊന്നെടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് ഫ്യൂച്ചറിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ 10, 50, 100 വർഷം കഴിഞ്ഞിട്ട്, പക്ഷേ 100 വർഷം വരെ ലോകം, ഈ പ്രപഞ്ചം ഉണ്ടാകുമെന്ന് പോലും അറിയത്തില്ല. ഭൂലോകം ഉണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഗ്രഹങ്ങളിൽ ഞങ്ങൾ കൂട്ടിയിടിച്ചോ മറ്റേതെങ്കിലും ഒന്നോ ലോകം മുഴുവൻ നശിക്കാനിടയുണ്ട്, അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. ഈ എല്ലാം ഉണ്ടെന്ന് തന്നെ വെച്ചുകൊള്ളുക. ഈ 100-200 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിലെ ഇവരെ ഇല്ലാതാക്കി അവരുടെ പള്ളികളിൽ പിടിച്ചെടുത്താൽ, അവരുടെ പിതാക്കന്മാരുടെ കബറിടങ്ങളും അവരുടെ സെമിത്തേരികളും അവരുടെ ആരാധനാലയങ്ങളും ഇല്ലാതിട്ട് അവർ ആരാധന മുടക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അവരൊരു പക്ഷേ വേറെ പള്ളി വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ കുറച്ച് പേരെ അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോഴും തന്നെ എനിക്കറിയാം, എൻ്റെ സകല സുഹൃത്തുക്കൾ, 2 സുഹൃത്തുക്കൾ ബോംബെയിൽ ഓർത്തഡോക്സ് പള്ളിയിലെ മെമ്പേഴ്സ് ആണെങ്കിൽ അവർ നാട്ടിൽ യാക്കോബായക്കാരാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ ഓർത്തഡോക്സുകാരുടെ കൂടെ നിൽക്കുന്നത്, നാട്ടിൽ നിൽക്കേണ്ടി വന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കബറിടങ്ങൾ അവിടെ സ്ഥിതി കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇതൊക്കെ ഉച്ചനീചത്വമില്ലേ, ശൂന്യമാക്കുന്ന മ്ലേച്ഛതയില്ലേ കേരളത്തിൽ നിന്ന് നടക്കുന്നത്? ഇന്ന് സിറിയയിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. ഇപ്പോഴെങ്കിലും തുടങ്ങിയതിൽ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കാൻ തുടങ്ങിയത് മുൻകാലങ്ങളിൽ തുടങ്ങിയതാണ്. നേരത്തെ തന്നെ പിന്നെ 2-3 കുരിശുയുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. AD 12-ാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ കുരിശുയുദ്ധം നടക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ കുരിശുയുദ്ധം നടന്നു. പിന്നെ AD 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ മറവിൽ 15 ലക്ഷം ക്രിസ്ത്യാനികളെ തുർക്കിയിൽ വെച്ച് തന്നെ ഓട്ടോമാൻ ഭരണാധികാരികളും അവരുടെ ഒത്താശയോടെ അവിടുത്തെ മുസ്ലിങ്ങളും കൊന്നൊടുക്കി. ഈ 21-ാം നൂറ്റാണ്ടിൽ 2012 മുതൽ 2015 വരെയുള്ള ഹോളോകോസ്റ്റ്, ISIS ഹോളോകോസ്റ്റിൽ 30,000-40,000 ഇടയ്ക്ക് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. അവിടുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ കാരണം എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? ശരിയാണ്, ഇസ്ലാം മതത്തിൻ്റെ തീവ്രത, അവരുടെ ആ ജിഗർ, അതായത് എന്തു പറയുന്നത്, അവരെ പഠിപ്പിക്കുന്നതായത് മറ്റു മതക്കാരെല്ലാം പിന്നെ കൊള്ളരാത്തവരാണെന്നുള്ള ബോധത്തിലും വിശ്വാസമൊന്നും ദൈവത്തിന്, അവരുടെ അള്ളാഹുവിന് നിരക്കാത്തതിൻ്റെ പേരിൽ അവരെ കൊന്നെടുക്കുന്നു. അവരുടെ രീതി അനുസരിച്ച് ക്രിസ്ത്യാനികൾ അവരെ അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഇതിൽ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അവരെ ക്രിസ്തുമതം, യേശുക്രിസ്തുവിനെ മറ്റുള്ളവർ കൂടെ കൊടുക്കണമെന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. യേശുക്രിസ്തുവിനെ ആരാണെന്നും യേശുക്രിസ്തുവിൻ്റെ ജീവിത രീതി, അദ്ദേഹം എന്താണ് നമ്മളെ പഠിപ്പിച്ചത് എന്നുള്ളത് മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്ന് മാത്രമാണ് ക്രിസ്തുവിന്റെ ഉദ്ദേശം. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ മനുഷ്യാവകാശവും മൗലികാവകാശവും ഒക്കെ നിഷേധിക്കുന്ന തരത്തിൽ കോടതികളിൽ നിന്ന് ഉത്തരവ് സാധിക്കുവാൻ കഴിയുന്നവരായ ജനങ്ങൾ അങ്ങനെ ചെയ്തുണ്ടാക്കുന്നതിൻ്റെ ഭാവിയിലുള്ള പ്രതിഫലനം, ഭാവിയിൽ ഉണ്ടാക്കാവുന്ന പിന്നെ വീഴ്ച, അവരുടെ തലമുറകൾക്കുണ്ടാകുന്ന ദോഷത്തെപ്പറ്റി ഇവരൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴ് സീറോ മലബാർ സഭയിൽ ഭയങ്കര അടി നടക്കുകയാണ്. ആക്ച്വലി അവർക്ക് അത് പിന്നെ സഭാ നേതൃത്വം ഒരുപക്ഷെ ജനാഭിമുഖ കുർബാന വേണമെന്നുള്ളവരത് അങ്ങനെ തന്നെ നടത്തിക്കൊള്ളട്ടെ. പിന്നെ യൂണിഫൈഡ് ചെയ്ത്, അതായത് ഏകീകൃത കുർബാന വേണമെന്നുള്ളത് അവരങ്ങനെ നടത്തിക്കോട്ടെ. ഇപ്പോഴും മലങ്കര കത്തോലിക്ക സഭ എന്ന് പറയുന്നത്, അതായത് ഇയാവാനൂസ് തിരുമേനിയും ഗ്രിഗോറിയസ് തിരുമേനിയും തെയോഫിലോസ് തിരുമേനിയും ഇവരൊക്കെ മലങ്കര പിന്നെ ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള മെത്രാച്ചന്മാരായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്നതിൽ അവരാരാണ് അവർക്ക് പട്ടം കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല, ഒരുപക്ഷെ സുനിലിന് അറിയാമായിരിക്കും. അവര് കത്തോലിക്ക സഭയിലേക്ക് പോയപ്പം അവർ അന്നത്തെ പോപ്പിനോട് ആവശ്യപ്പെട്ടതായ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ റോമൻ സഭയുടെ ലിറ്റർജിയും ലോവർ സഭയുടെ തിയോളജിയും അല്ല പിന്തുടരാൻ പോകുന്നത്, ഞങ്ങൾ സുറിയാനി സഭയുടെ ലിറ്റർജിയും സുറിയാനി സഭയുടെ, അതായത് അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ലിറ്റർജിയും അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ദൈവശാസ്ത്രവും
തിയോളജിയും ആയിരിക്കും പിന്തുടരുന്നത്. അതിനെ ഞങ്ങളെ അനുവദിക്കണം. പിന്നെ അന്ത്യോക്യൻ പാത്രീസായുടെ സ്ഥാനത്ത് ഞങ്ങൾ പോപ്പിനെ പ്രതിഷ്ഠിച്ചുകൊള്ളാം, ആ ബന്ധം നിലനിർത്തിക്കൊള്ളാം. അങ്ങനെയുള്ള എഗ്രിമെന്റ് അന്നത്തെ പോപ്പും ആ കാലഘട്ടത്തിലെ പോപ്പും ഇവിടുത്തെ വിശ്വാസികളും ഇവിടുത്തെ സഭാ നേതൃത്വവും അംഗീകരിച്ച് സമ്മതിച്ചതിന്റെ പേരിലാണ് അവർ പോപ്പിനെ തങ്ങളുടെ ആത്മീയ പിതാവായിട്ട് സ്വീകരിച്ചുകൊണ്ടിരുന്നതും അതേസമയം അവർ അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ലിറ്റർജിയും അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള തിയോളജിയും ഉപയോഗിച്ചു വരുന്നത്. ആ പാട്ടുകളൊക്കെ ഇപ്പോഴും സുയാനി സഭയിൽ നിന്ന് തെളിഞ്ഞു ചെയ്ത പാട്ടുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉച്ചനീചിത്വമല്ലേ? ഇപ്പോഴും സിറിയയിലെ ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. അവരുടെ തങ്ങളിലുള്ള ഇസ്ലാമിന്റെ തങ്ങളിലുള്ള വർഗീയലകളെയാണ് കൊല്ലപ്പെടുന്നത്. മൊത്തം നിരപരാധികളായ ക്രിസ്ത്യാനികളാണ്. ഈ ഇസ്ലാം മതത്തെ വളർത്തിയതാരാ അറിയാമാര്? ഗ്രീക്ക് സഭക്കാരും റോമൻ സഭക്കാരും. അന്നത്തെ കാലത്ത് 8-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും എല്ലാ കാലഘട്ടത്തിലൊക്കെ ഇവര് അവരുടെ ദേവാലയങ്ങൾ പിടിച്ചെടുക്കുകയും അവരെ പിന്നെ നിലനിൽക്കാനൊക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. അതിന്റെ അനന്തരഫലമാണ് ഇസ്ലാം മതം ഇത്രയും വളരാൻ ഇടവയത്. എനിക്ക് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നു മാത്രം. ഇന്ന് 2 ദിവസം മുമ്പ് സുനിൽ കാതോലിക്കോസ് എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണെന്ന് പറയുന്നത്. പക്ഷേ ഈ കാതോലിക്ക സ്ഥാപനത്തിൻ്റെയൊക്കെ യഥാർത്ഥ സത്യാവസ്ഥ ആർക്കെങ്കിലും അറിയാമോ? ഇതിനെപ്പറ്റി എങ്ങനെയാണ് സൃഷ്ടിച്ചതും ഇതെങ്ങനെയാണ് തുടക്കമിട്ടതും? ഞാൻ അതായത് കണിയാമ്പറമ്പലിച്ചൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിനകത്ത് വായിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ തന്നെ ചില പുസ്തകങ്ങളുടെ ബുക്കിലൊക്കെ എനിക്ക് അതൊരു 7 മാസം മാത്രമേ ഒന്നാം കാതോലിക്കയായ മുറിമറ്റത്ത് യുവാനിയോസ് തിരുമേനി ജീവിച്ചിരുന്നുള്ളൂ. 1.5 വർഷം എന്നൊക്കെ ഇപ്പം പറയുന്നതാണ്. 7 മാസം മാത്രം. അദ്ദേഹത്തിന് ഇടിവെട്ടേറ്റ് മരിച്ചിരിക്കുകയാണെന്നാണ് പിന്നെ ഇന്ന് പലരും പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. ഇതിനെ തുടർന്ന് 2 അനിഷ്ട സംഭവങ്ങൾ നടന്ന. ഒന്ന്, മുറിമറ്റത്തിൽ യുവാനിയോസ് എന്ന ഒന്നാം കാതോലിക്ക ബാവ ഇടിവെട്ടേറ്റ് മരിച്ചു. നിരണംപള്ളിയുടെ മുഖപ്പ്, അതായത് പടിഞ്ഞാറേ ഭാഗത്തെ കെട്ടിയിരുന്നതായ വലിയ കുരിശി നിൽക്കുന്നതായ ആ ഭാഗമെല്ലാം ഇടിവെട്ടേറ്റ് തകർന്നു. ഇതൊക്കെ സത്യങ്ങളാണ്. ദൈവകോപം ഉണ്ടായിരുന്നു. ഇത് ഇന്ന് നടക്കുന്നത് ഒരുപക്ഷെ അന്ത്യകാലത്ത് ഇതൊക്കെ നടക്കും. ഒരുപക്ഷെ ലോകത്തിന്റെ അന്ത്യം വരുന്നോണ്ടിരിക്കുക എന്നുള്ള മട്ടിൽ പലരും പ്രവചനങ്ങളൊക്കെ ഉണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. ഒക്കെ സത്യമാണ്. പക്ഷേ മനുഷ്യർ ഇങ്ങനെ ഇത്തരത്തിൽ ഉച്ചനീചിത്വങ്ങളും ശൂന്യമാക്കുന്ന വിളച്ചത് ഇവിടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, ഇതിലൂടെ ഉണ്ടാകുന്നതായ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ പിടിച്ചടക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അവരുടെ ആരാധന മുടക്കി കഴിഞ്ഞാൽ, അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അനുവദിക്കാതെ അവരുടെ മൗലിക അവകാശവും അവകാശവും നിഷേധിക്കുന്ന രീതിയിൽ കോടതികളെ കൊണ്ട് കോടതി വിധികൾ നേടിയെടുത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇപ്പോഴല്ല പിന്നീടാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോഴ് തന്നെ അറിയാമല്ലോ, മണിപ്പൂരിൽ കുക്കികളെ കൊന്നൊടുക്കുന്നതിൻ്റെ സത്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളില്ലേ. ഇന്ന് മണിപ്പൂരെങ്കിൽ നാളെ കേരളം, പിന്നീട് സൗത്തിലോട്ട് വരും. കാരണം ഫേബ്രിക്കേറ്റഡ് തെളിവ് കൊണ്ട് കോടതികളെ സ്വാധീനിച്ച്, കാരണം ഇന്ത്യൻ ജുഡീഷ്യലിലെ ജഡ്ജിമാരെന്ന് പറയുന്ന എല്ലാവരും പൂർണ്ണമായും നീതിക്ക് വിധേയമായിട്ടല്ല. അവർക്ക് സമ്മർദ്ദമുണ്ട്. അവരിൽ സമ്മർദ്ദം ചെലുത്തത്തക്ക രീതിയിലുള്ള മറ്റ് സോഴ്സുകളുണ്ട്, ഉറവിടങ്ങളുണ്ട്. കോടതി വിധികൾ ഇന്ന രീതിയിൽ എഴുതൂ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മർദ്ദം ചെലുത്തക്ക സോഴ്സുകളും ഉറവിടങ്ങളും ഉണ്ട്. അത് ഉപയോഗിച്ച് കോടതികളിൽ നിന്നും കോടതി വിധി മേടിക്കുന്നു, എന്നിട്ടത് നിയമമാക്കുന്നു. ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമാകണമെന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ലംഘിച്ചുകൊണ്ടാണ് പല പ്രവർത്തനങ്ങളും ഇന്ന് ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്. നമ്മളിതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. സിറിയയിൽ ഇന്നിപ്പം കൂട്ടക്കൊല നടക്കുകയാണ്. മരിച്ചു വീഴുന്നവരെല്ലാം ക്രിസ്ത്യാനികളായ സാധാരണ ജനങ്ങളും ക്രിസ്ത്യാനികളാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ. അവർക്ക് ക്രിസ്ത്യാനികളെ കൊന്നു കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. സുന്നികളെ കൊന്നു കഴിഞ്ഞാൽ സുന്നിക്ക് അനുകൂലിക്കുന്ന വിശ്വാസികൾ അവിടെ ഉണ്ട്, അവർ ചോദ്യം ചെയ്യും. ഷിയകളെ ചെന്ന് കഴിഞ്ഞാൽ ഷിയക്ക് അവിടുത്തെ ഭരണകൂടത്തിൽ സ്വാധീനമുള്ള ഒരു ഷിയകൾ ഉണ്ട്, അവർക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയാൽ അവിടെ ആരും ചോദിക്കാനില്ല. ഇതേ അവസ്ഥ നാളെ കേരളത്തിൽ ഉണ്ടായിക്കൂടായില്ല. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിക്കൂടായില്ല. ശരിയാണ്, കേരളത്തിലെ 18% ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഇന്ന് ഈ ഹിന്ദുമതത്തിന്റെ ഭിന്നത കൊണ്ട്, അതായത് അതായത് ക്ഷത്രിയര്, ബ്രാഹ്മണര്, വൈശ്യര്, ശുദ്രര്, പിന്നെ ഇതുകൂടാതെ ദ്രാവിഡരിൽ തന്നെ പല വിഭാഗങ്ങൾ, ഈഴവ സമുദായം മുതൽ പറയ സംസാരം വരെയുള്ളത്, പിന്നീട് ആദിവാസികൾ, ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഓരോരുത്തരെയും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇവരൊന്നും ഇല്ലാത്ത ഒരൊറ്റ അവസ്ഥ മാത്രമാണെങ്കിൽ ഇവിടെയൊക്കെ ക്രിസ്ത്യാനികളൊന്നും പേര് പിടിക്കത്തില്ല, എല്ലാവരെയും കൊന്നൊടുക്കിയേനെ. അതിനുള്ള സംവിധാനങ്ങളുണ്ട്.